പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് കോംബോ ഓഫേഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെയും ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ലീഫിംഗ് പ്ലാന്റ്സിൻ്റെയും ഒക്കെ ഒരുപാട് കോംബോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത കോംബോസിൽ അത്യാവശ്യം ഒരുപാട് പേര് വാങ്ങിച്ചൊരു കോംബോ ആയിരുന്നു നമ്മുടെ റെക്സ് ബിഗോണിയ പ്ലാന്റിൻ്റെ കോംബോ. അതായത് നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ നല്ല ലീഫിംഗ് പ്ലാന്റ് ആണ് റെക്സ് ബിഗോണിയ പ്ലാന്റ്സ്. അത് വളർത്തുന്നവർക്കറിയാം അതിൻ്റെ ഭംഗി. കാരണം ലീഫ് മാത്രമേ ഉള്ളെങ്കിൽ പോലും അതിൽ പൂക്കളുണ്ടാവും, പക്ഷേ പൂക്കളെക്കാളും അതിലെ ഹൈലൈറ്റ് അതിൻ്റെ ലീവ്സാണ്. ലീവ്സിൻ്റെ ആ ഒരു ഡിസൈനും കളറും ഒക്കെയാണ്. അപ്പം അതിൻ്റെ വെറൈറ്റീസ് നമുക്കൊരു 10ഓളം വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കോംബോയാണ് റെക്സ് ബിഗോണിയ പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം, കളേഴ്സ് നോക്കാം, പ്ലാന്റിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് വന്നിട്ടുള്ളത് റെക്സ് ബിഗോണിയയുടെ 10 വെറൈറ്റീസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി കോംബോയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ കളേഴ്സ് ആണെന്ന് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കളർ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുള്ള ലീവ്സാണ്. ഇതിൻ്റെ സൈഡിലൂടെ ഒരു മെറൂൺ ഇങ്ങനെ ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പം കുറച്ച് ഇലകളൊക്കെ മെച്യൂർഡായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പം നല്ല മെച്യൂർഡ് കുറച്ചുകൂടി ഈ കളറൊക്കെ കുറച്ചുകൂടി ഒരു ബ്രൈറ്റായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കളറ്. ആ ഒരു ലീഫിൻ്റെ ഭംഗി ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത് നമ്മുടെ പോട്ടിലൊക്കെ നിറച്ചുണ്ടായിരിക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. മാത്രമല്ല ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വലുതായി എന്താ പറയുക ഒത്തിരി വൈഡായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ലീവ്സൊക്കെ ആണെങ്കിലും ഒരുപാട് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാവുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ റെക്സ് ബിഗോണിയയുടെ ഒന്നാമത്തെ കളറ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. രണ്ടാമത്തെ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡാണ്. ഇതൊക്കെ ലീവ്സ് വരുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല റൂട്ടഡ് ആയിട്ടുള്ള റൂട്ട്സ് നിങ്ങൾ ഇതിൽ ജിഫിയിൽ നോക്കിയാൽ കാണാം. റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റാണ്. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഈ ഒരു കളറാണ് കേട്ടോ വരിക. നല്ലൊരു മെറൂണും അതുപോലെ ഒരു ഗ്രേ പോലെ ഒരു കളറും കൂടിയാണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ കളറ് കണ്ടില്ലേ, ഈ ഒരു വെറൈറ്റിയാണ്. അപ്പം ലീവ്സിൻ്റെ ഷേപ്പിലാണെങ്കിലും അതിൻ്റെ കളറിലാണെങ്കിലും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് റെക്സ് ബിഗോണിക്ക്. അപ്പം ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫ് കുറച്ചുകൂടി ഒരു നീളം പോലെയുള്ള ലീഫാണ്. അതുപോലെ ഗ്രീനും മെറൂണും കൂടെ ഷെയ്ഡ് വരുന്ന ഷെയ്ഡിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ലീവ്സിലാണെങ്കിലും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ചെറിയ പ്ലാന്റ്സ് കാണുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇത് പോട്ടിലൊക്കെ നട്ട് കഴിഞ്ഞ് കുറച്ചുകൂടി വലുതായി വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ്സിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഒരു കുറച്ചൊന്ന് വളർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്ലാന്റും കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളറ്. ഇപ്പം നാലാമത്തെ കളർ ഇതാണ്. ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ, കുറച്ചുകൂടി കേളി ആയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന തരത്തിലൊരു ലീഫാണ്. മാത്രമല്ല ഒരു ഷേപ്പ്, ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ കളറിൻ്റെ ആ ഒരു കോമ്പിനേഷൻ അതും നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാലാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇവിടെ അഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത് കണ്ടോ, ഒരു ഡോട്ട് ആയിട്ടുള്ള ലീവ്സിൽ ഇങ്ങനെ വൈറ്റ് ഡോട്ട് വരുന്നുണ്ട്. നല്ല ഭംഗി, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാവും. നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് ഈ ഒരു പ്ലാന്റ് വലുതായി കഴിഞ്ഞാൽ മെച്ചൂർഡ് ആയിട്ടുള്ള ലീഫ് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ഈ ഒരു തണ്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചകിരിച്ചോറിലോ അല്ലെങ്കിൽ നോർമൽ മണ്ണിലേക്കാണെങ്കിൽ കുത്തി വെച്ചാൽ പെട്ടെന്ന് ഇത് പ്രൊപ്പഗേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. നമ്മുടെ ആറാമത്തെ പ്ലാന്റ് ഇതാണ്. ഗ്രീനും വൈറ്റും കൂടെ ഷെയ്ഡ് വരുന്ന വലിയ, നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി വലിയ ലീവ്സാണ് വന്നിട്ടുള്ളത് കണ്ടോ. നല്ല ഭംഗിയുള്ളൊരു സിൽവർ കളർ ഒരു ഷെയ്ഡ് പോലെയൊക്കെ വരുന്ന നല്ലൊരു പ്ലാന്റാണ്. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. ജിഫിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കേടുപാട് കൂടാതെ നിങ്ങൾക്ക് അവിടെ സേഫായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ് ഇതാണ്. ഈ ഒരു ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. ഓരോ ലീഫിനാണെങ്കിലും ഓരോ പ്ലാന്റിനും ഓരോ വ്യത്യസ്ത ഷെയ്ഡ്സാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ലീഫിൻ്റെ ഷേപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ ആ ഒരു ആകൃതി കണ്ടില്ലേ, ഒരു വ്യത്യാസം. നമ്മൾ സാധാരണ ലീവ്സ് പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീവ്സാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എട്ടാമത്തെ പ്ലാന്റ് ഇതാണ് കണ്ടില്ലേ. ഇതിലും ഒരു സിൽവർ ഷെയ്ഡ് വരുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടതിൽ ഗ്രീനിൽ സിൽവർ ഷെയ്ഡായിരുന്നു. ഇതൊരു മെറൂൺ കളറിൽ സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണ് കണ്ടില്ലേ. ലീഫ് കണ്ടാൽ അറിയായിരിക്കും അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നമ്മുടെ ഒൻപതാമത്തെ പ്ലാന്റ് ഈ ഒരു മെറൂൺ കളറാണ് കേട്ടോ. ഒരു ഫെയ്ഡ് ആയിട്ടുള്ള കളറാണ്. ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, നല്ല മെറൂൺ കളറാണ്. അപ്പം ഇതും നല്ല ഒരു ഫെയ്ഡായിട്ടൊരു കളർ, ഒരു ആഷ് കളർ പോലെ വരുന്നുണ്ട്. അതുപോലെ അടിയിലാണെങ്കിലും മെറൂൺ കളറും വരുന്നുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ.
നിറച്ചിങ്ങനെ ലീവ്സ് ഉണ്ടായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ വീട്ടിൽ കുറേ റെക്സ് ബിഗോണിയാസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം വലുതായിട്ട് പോട്ടിൽ വന്നിട്ടുള്ളൊരു വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 10ാമത്തെ ലീഫ് ഇതാണ് കേട്ടോ. ലീഫ് ഞാൻ എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ലീഫിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അടിയിലൊരു മെറൂൺ കളറുമാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള 10 വെറൈറ്റീസാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പോൾ 10ഉം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള 10 പ്ലാന്റ്സ് ആണ്. നിങ്ങൾ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു 2-3 മാസം കൊണ്ട് തന്നെ നമ്മുടെ പോട്ടൊക്കെ ഫുൾ കവറാവുന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെയുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. റെക്സ് ബിഗോണിയാസ് നമുക്കറിയാം സക്കുലൻ ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണ് റെക്സ് ബിഗോണിയാസ്. അതുപോലെ തന്നെ ആ ഒരു കെയറിങ് നമ്മുടെ റെക്സ് ബിഗോണിയസിന് കൊടുത്താൽ മതി. അതായത് സക്കുലൻ പ്ലാന്റ്സിനെല്ലാം തന്നെ നമ്മൾ വെള്ളം മാക്സിമം കുറയ്ക്കുക. അതായത് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ആഴ്ചയിലൊക്കെ 1-2 പ്രാവശ്യം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അതും നിങ്ങൾ പോട്ടിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയതിന് ശേഷം നനവ് ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള റെക്സ് ബിഗോണിയാസിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 550 രൂപയാണ്. കൊറിയർ ചാർജ് അടക്കം വരുന്ന പ്രൈസ്. കൊറിയർ ചാർജ് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതില്ല. 550 രൂപ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.